എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കപ്പ് കേക്കാണ്. അത് ഓവൻ ഇല്ലാതെ അടുപ്പത്ത് വെച്ചിട്ടും ഗ്യാസുമ്മൽ വെച്ചിട്ടും നമ്മുടെ അടുത്തുള്ള ഏത് പാത്രം ആയാലും ഇല്ല, ആ പാത്രത്തിൽ വെച്ച് മൂടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ജമീലാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. പിന്നെ നമുക്കിനി വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിന് വേണ്ടി എടുത്തതാണ് ഞാൻ ഒരു മുട്ടയാണ്. അത് മിക്സിയിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട അത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത്. പിന്നെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ മിക്സിയിലിട്ട് കൊടുത്തത്. പിന്നെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഒരു മുട്ടയും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും അത് മിക്സിയിലിട്ട് അടിച്ച് വാർന്നതാണിത്. ഇനി നമുക്ക് മൈദ എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത്. അതിൽ തന്നെ 1 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 ഇലാക്കി അളന്നെടുത്തതാണ്. അതിന് ഞാൻ അല്പം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡ ഒരു നുള്ള്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇത് മൂന്നും കൂടി ഇതിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുക. ആ മുട്ടയുടെ കൂട്ടിൽ തന്നെയാണ് ഞാൻ അരിച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര പൊടിക്കാതെയാണ് പഞ്ചസാര എടുത്ത് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് മുട്ടയിലിട്ട് കൊടുത്തത്. 1 കപ്പ് മൈദയും 1/2 കപ്പ് പഞ്ചസാരയും ഒരു മുട്ടയുമാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. അത് പോരെങ്കിൽ നമുക്ക് ചേർത്ത് നോക്കിയിട്ട് ഒഴിക്കാം. അത് കുറേ ഒഴിച്ച് കൊടുത്തിട്ടാണ് കൂട്ടയിലാക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇത് നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് ആ മുട്ടയുടെ ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ഇത് ഞാൻ ഗ്യാസുമ്മൽ വെച്ചിട്ട് ഒരു അലുമിനി പാത്രമോ എന്ത് നമുക്കിഷ്ടമുള്ള പാത്രം എടുക്കാം. ഇത് എൻ്റെ അടുത്ത് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇതൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ച് നമ്മുടെ പേപ്പർ വെച്ച് അമർത്തിയിട്ട് അതിലേക്ക് എണ്ണ തടവിയിട്ടാണ് എടുക്കുന്നത്. ബട്ടർ പേപ്പർ അല്ല, നമ്മളെ കുട്ടികളൊക്കെ എഴുതുന്ന A4 ഷീറ്റാണിത്. അതിൽ എണ്ണ തടവി കൊടുത്ത് അടിയിൽ എണ്ണ അടുത്തി കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് ഓരോ സ്പൂണിലാക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ചാണ് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് പൊങ്ങി വരുമ്പോൾക്ക് കുറച്ച് കൂടുതലാവും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഗ്യാസുമ്മൽ വെച്ചിട്ടാണ്. ഇത് പാരുമ്പോഴേക്ക് 5 ഗ്ലാസ്സിലേക്ക് ബാക്കിയുള്ളത് നമുക്ക് അവിടെ വെക്കാം. 5 ഗ്ലാസ്സിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടിപ്പോയാൽ ഗ്ലാസ് നിറഞ്ഞു വരും. അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഞാൻ ഉപ്പ് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിരുന്നു. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി മൂടി പൊന്തിച്ച് നോക്കാം. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പൊന്തിച്ച് നോക്കിയതാണിത്. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് ബാക്കിയുള്ളത് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലും ഒരു പൊളിയുന്ന കപ്പിലും 2-3 കൂടി ആക്കി ഞാൻ അടുപ്പത്ത് എണ്ണ തടവിയിട്ട് വെച്ച് കൊടുത്തതാണ്. ബട്ടർ പേപ്പർ ഒന്നും ഞാൻ ഇതിൽ വെച്ചിട്ടില്ല, വെറും എണ്ണ തടവിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഗ്യാസുമ്മൽ വെച്ചതിലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയത് അടുപ്പത്ത് വെച്ചതാണ്. നമ്മുടെ ചായ കുടിക്കുന്ന കപ്പിലും ഒന്ന് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലും, ഇത് ഗ്യാസുമ്മൽ വെച്ചതിലും അടിപൊളിയായിട്ടുള്ളത് അടുപ്പത്ത് വെച്ചതാണ്. അടുപ്പത്ത് വെക്കുന്ന കാണിച്ചിരുന്നു, അതൊക്കെ ഇതിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയി, എടുക്കുന്നതാണുള്ളൂ. ഇത് ഗ്യാസുമ്മൽ വെച്ചതാണ്. ഇതിലും അടിപൊളിയായിട്ട് കണ്ടത് എനിക്ക് അടുപ്പത്ത് വെച്ചതാണ്. ഇതാണ് ഇത് ഞാൻ ടൂട്ടി ഫ്രൂട്ടീൻ്റെ ലേശം ഉടുണ്ടായിട്ട് അതതിൻ്റെ മുകളിൽ 2-3 കപ്പ് കേക്കിൻ്റെ മുകളിൽ 3-4 മുകളിൽ ഇട്ട് കൊടുത്തിരുന്നു, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അടുപ്പത്ത് വെച്ച് നിങ്ങൾക്ക് റെഡിക്ക് നമ്മൾ കപ്പ് കേക്കിൻ്റെ കടലാസിലൊക്കെ വെച്ചതുപോലെ തന്നെ ഉണ്ട് കാണാൻ. അതുകൊണ്ട് ഇത് ഗ്യാസൊന്നും ഇല്ലാത്തവർക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. പക്ഷേ അടുപ്പത്ത് വെക്കുന്നത് കാണുന്നില്ല, എടുക്കുന്നതാണുള്ളൂ. അത് വീഡിയോ മിസ്സായിപ്പോയി തോന്നുന്നു. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻ്റ് അറിയിക്കണം. പിന്നെ നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.